ഹലോ. കുറച്ച് ബോഗൺവില്ലയില്ലേ, ഹൈബ്രിഡ് ബോഗൺവില്ലയിലൊക്കെ പൂക്കളായി തുടങ്ങി. ഈ കണ്ടത് ചില്ലി റെഡാണ്, നിറച്ച് പൂക്കളുണ്ട്. ഈ കാണുന്നത് ഫയർ ഓപ്പാലാണ് ആദ്യം കണ്ടത്, ഇത് റൂബി റെഡാണ്. അപ്പോൾ എല്ലാത്തിലും കുറേ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന്. റൂബി റെഡ് നല്ല ഭംഗിയുണ്ട്, കുഞ്ഞു കുഞ്ഞു നല്ല എന്തോ ഒരു ഡാർക്ക് പിങ്കോ വയലറ്റ് പോലെയുള്ള പൂവ്. ഇത് ഫയറോപ്പാലിൽ ആയി തുടങ്ങിയതേ ഉള്ളൂ. അതിൽ കൂടുതൽ പൂക്കൾ റൂബി റെഡിലുണ്ട്. നേരത്തെ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് തന്നെ ചില ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പൂത്തു, വേറെ ഓരോ ഐഡിയയിലെ പൂക്കളായി. അപ്പം ഞാൻ പിന്നെ അതുകൊണ്ട് അന്നേരം പിന്നെ ഈ ഹൈബ്രിഡിനെയൊക്കെ സെയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പൂക്കളായി തുടങ്ങിയപ്പം എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പൂക്കളായ പ്ലാന്റ്സൊക്കെ സെയിലിനായതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഫയർ ഓപ്പാലും റൂബി റെഡും കോംബോ വേണമെങ്കിലും തരാം. ഇത് ബട്ടർ കപ്പാണ്, നല്ല ഭംഗി, 2 പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഹാങ്ങിങ് ആയിട്ട് തൂക്കി ഇട്ടിരിക്കുകയാണ് ഈ പ്ലാന്റ്സ് എല്ലാം. എനിക്ക് മഴ നനയാതെ വെക്കാനേ അധികം സൗകര്യമില്ലാത്തതുകൊണ്ട് വീടിനോട് ചേർന്ന് വെയിൽ കിട്ടുന്നിടത്ത് ഇങ്ങനെ ഹാങ്ങിങ് പോലെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ വരുന്നവർ കാണുമ്പോൾ ചോദിക്കും, ഇത് ഹാങ്ങിങ് പ്ലാന്റ് തന്നെ ആണോ എന്നല്ല ബോഗൺവില്ലയും. അല്ല, നോർമലായിട്ട് നടാവുന്നതാണ്. ഇത് ഹവായി വെയിറ്റാണ്. ഹവായി വെയിറ്റ് കുറേ മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ഒരു ബുഷിയായ പ്ലാന്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ സീസണിലെല്ലാവരും ഹവായി വെയിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു. ഇതിനിതാ പൂക്കളുണ്ടായി, നല്ല നിറച്ച് മുട്ടയൊക്കെ ആയി വരുന്നുണ്ട്. അടുത്ത അതേപോലെ തന്നെ വെരിഗേഷനുമായിട്ടിരിക്കുന്നത് ബ്ലൂബെറി ഐസാണ്. പിങ്ക്, ആ ഹാങ്ങിങ് റോപ്പിൻ്റെ കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ ഒരുപാട് പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടായ പ്ലാന്റാണ്. പിന്നെ പ്രൂൺ ചെയ്ത് പിന്നെ തളിർത്ത് വന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനെ ഹാങ്ങിങ് ഇടുമ്പം വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, ഇതെല്ലാം ഹാങ്ങിങ് ബോഗൺവില്ലയാന്ന്. അല്ല, നമുക്ക് തറയിൽ ഇങ്ങനെ വെക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് നോർമൽ പോട്ട്, ചെറിയ പോട്ടുകളിലുള്ളത് പോലും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ്. അപ്പം ആ വെയിലൊക്കെ കൊള്ളും. മഴ ഇങ്ങനെ അധികം മഴ നനയത്തുമില്ല, ചെറുതായിട്ടൊക്കെ നനയത്തേ ഉള്ളൂ. അപ്പോൾ വെയിൽ കൊണ്ടൊക്കെ പൂക്കളുണ്ടായിക്കോളും. ഈ കാണുന്നതെല്ലാം തന്നെ സെയിലിനായിട്ടാണ്, എല്ലാം ഉണ്ട്. ഈ കാണുന്നത് ഒരു ഹൈബ്രിഡ് ചെറിയ പിങ്ക് പൂക്കൾ ഉണ്ടാകുന്നതാണ്. പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല നിറച്ച് പൂക്കളുണ്ടാകും, ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ. അതിനകത്ത് തുളസിയൊക്കെയാണ് നിൽക്കുന്നത്. ഇത് കാണിക്കാൻ വന്നപ്പോൾ ഒരു സ്ട്രോബെറി സിങ്കോണിയം, ഇതിന് 100 രൂപയാണ് സ്ട്രോബെറി സിങ്കോണിയത്തിന്. താങ്ക് യു.